ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ല മൊരിഞ്ഞ ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഹായ്, ഞാൻ ദിശ. നിങ്ങളെല്ലാവർക്കും പ്ലാറ്റേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. പ്ലീസ് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി തുടങ്ങാം. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു 1/2 കിലോയുടെ അടുത്ത് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണുള്ള ചിക്കൻ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നേരത്തെ ഇതിൻ്റെ ബോൺ എടുത്ത് കളയേണ്ടി വരുന്നു മാത്രം. ഇനി ഇത് വേവിച്ചെടുക്കണേ മുമ്പ് നമുക്കിതിലേക്ക് 2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ഉപ്പും. നമ്മൾ ചിക്കൻ വെന്ത് വരുമ്പോൾ കുറച്ച് ഉപ്പ് വരെയൊക്കെ വേണ്ടേ അല്ലേ? ഇനി ഈ മസാലകളൊക്കെ നമുക്ക് ചിക്കനിലേക്ക് നന്നായി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് വേവിക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്ത് കിട്ടും. ഇനി ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കട്ട്ലറ്റിനെല്ലാം മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു 3-4 ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ കട്ട്ലേറ്റിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്തിടുന്നതിന് കൂടുതൽ ടേസ്റ്റും ഫ്ലേവറും കൊടുക്കണം കേട്ടോ. നമ്മളെ കട്ട്ലേറ്റിന് ആ റെഡിമെയ്ഡ് കിട്ടുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാണ്ടിരിക്കാൻ നോക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ക്രഷ് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു 8-10 മിനിറ്റ് ആയിട്ടോ. നമുക്ക് നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. ഇനി ഈ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്കൊരു കഷ്ണം ഒന്ന് മുറിച്ച് നോക്കാം കേട്ടോ. വെന്തിട്ട് കണ്ടില്ലേ? എന്ത് എളുപ്പത്തിലാണ് മുറിഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നിങ്ങൾക്കിപ്പോൾ ചിക്കൻ സൂപ്പ് ഇഷ്ടമാണെങ്കിൽ ഈ വെള്ളം, ഈ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെള്ളം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ കൈകൊണ്ട് ചെയ്തോളൂ കേട്ടോ. പക്ഷേ മിക്സിയിൽ എളുപ്പത്തിലായി കിട്ടും, അതുകൊണ്ടാണ് മിക്സിയിലിട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ തീരെ പൊടിയാക്കരുത് കേട്ടോ, പൗഡർ ഫോമിലാക്കരുത്. ഇങ്ങനെ കുറച്ചിങ്ങനെ വലിയ കഷ്ണങ്ങൾ കിടക്കണം, എന്നാലും നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ കഴിക്കുമ്പോൾ അതിലിങ്ങനെ നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ. ചിക്കൻ്റെ ടേസ്റ്റ് കിട്ടണ്ടേ ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ, അതിന് വേണ്ടി. പിന്നെ കൂടുതലായിട്ട് പൊടിച്ചെടുത്താൽ നമുക്കിതിൽ ചിക്കൻ ഏതാ ബ്രെഡ് ക്രംസ് ഏതാന്ന് മനസ്സിലാവാത്ത അവസ്ഥയായിപ്പോൾ. അപ്പോൾ ചിക്കൻ റെഡി. ഇനി നമുക്ക് 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞ് മാഷ് ചെയ്തെടുക്കാം. ഇനി ആ ചിക്കൻ വേവിച്ച പാനിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറുന്ന വരെ സോട്ടേ ചെയ്തിട്ട് നമുക്കിതിലേക്ക് 2 ചെറുതായി അരിഞ്ഞ് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളുടെ സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കൊന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഇതുപോലെ. ഇനി നമ്മളുടെ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഈ കുരുമുളക് പൊടിക്ക് പകരം ചുമന്ന മുളക് പൊടി ചേർക്കരുത്. കുരുമുളക് പൊടിയാണ് നമ്മുടെ കട്ട്ലേറ്റിൽ വേണ്ടത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ കേട്ടോ, ടേബിൾ സ്പൂൺ അല്ലേ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, പക്ഷേ ഇതിൽ ചേർക്കണതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട്ലേറ്റിൻ്റെ ഓരോ ബൈറ്റ് എടുക്കുമ്പോണ്ടല്ലോ, ആ മല്ലിയിലും പുതിനയിലയുടെ ഒക്കെ മണവും ഫ്ലേവറൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടും. നമ്മൾ ഈ മസാല പൗഡറും ഈ ഇലകളൊക്കെ കാരണം ഉണ്ടല്ലോ, നമ്മൾ കട്ട്ലേറ്റ് നല്ല ഫ്ലേവർഫുള്ളായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ റെസിപ്പിയിൽ പറയുന്ന എല്ലാ സാധനവും ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങിൽ വല്ല ലംസൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അതിനൊന്ന് മാഷ് ചെയ്തെടുക്കാം കേട്ടോ, ഒന്ന് ചതച്ച് കൊടുത്തേക്കും. ഈ ഉരുളക്കിഴങ്ങ് ചിക്കൻ കട്ട്ലേറ്റിൽ എന്തായാലും ഇടണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ മാത്രമാകുമ്പോൾ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി മാഷൊക്കെ ചെയ്ത് വരുമ്പോണ്ടല്ലോ, അതിലൊരു പശപ്പുണ്ട്. ആ ഒരു സ്റ്റിക്കിനെസ് കാരണമാണ് നമ്മൾ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആ കട്ട്ലേറ്റിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇനി മിക്സ്ചറൊന്ന് നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം വെന്തതാ, പക്ഷെ ഒന്ന് കമ്പൈനായി കിട്ടാൻ വേണ്ടി അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. ഇനി ഞാൻ അവിടെ എടുത്തിരിക്കുന്ന ഒരു 5 ബ്രെഡിന് കേട്ടോ. ഈ ബ്രെഡ് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് തന്നെ പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ക്രംസ് ആയി കിട്ടും. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിന് നമ്മളുടെ കട്ട്ലറ്റിൻ്റെ മുകൾ ഭാഗത്തെ ക്രിസ്പിനെസ്സിനുള്ള കാരണം. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും. ഇതെല്ലാം ചേർന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മളെ കട്ട്ലേറ്റിന് ഒരു ഷേപ്പൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഈ മുട്ടയും കോൺഫ്ലവറൊക്കെ നല്ലൊരു ബൈൻഡിങ് ഏജൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യാൻ നേരത്ത് പൊട്ടിപ്പോവാതിരിക്കാൻ സഹായിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ മിക്സ്ചറിന് നമുക്ക് കുറച്ച് ചെറിയ പോർഷൻ എടുത്തിട്ട് ഉരുളകളാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ പ്രസ് ചെയ്തിട്ട് അതിനൊരു റൗണ്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ റൗണ്ട് അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഷേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. എന്നെ കൊണ്ട് ഇപ്പോൾ റൗണ്ട് ഒപ്പിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ റൗണ്ട് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് ആദ്യം തന്നെ മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിനെ നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. അപ്പോൾ ഒരു കൈ നമുക്ക് ബ്രെഡ് ക്രംസിന് വേണ്ടിയും മറ്റേ കൈ നമുക്ക് മുട്ടയുടെ മിക്സ്ചറിന് വേണ്ടിയും വെക്കാം കേട്ടോ. അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയാൽ ഫുൾ മെസ്സി ആയിപ്പോവും.
മെസ്സി എന്ന് കേട്ടപ്പോഴേക്കും കുറച്ച് പേരുടെയെങ്കിലും മൈൻഡ് ഫുട്ബോളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കട്ട്ലെറ്റ് പാറ്റി റെഡി. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിങ്ങനെ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിലല്ല, മുകളിൽ ഫ്രീസറിൽ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് നേരെ വറുത്തോളൂ, ഒരു കുഴപ്പമില്ല. ഒരാഴ്ച വരെ ഇത് ഫ്രീസറിൽ സുഖമായിട്ട് ഇരുന്നോളൂ. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ കട്ട്ലെറ്റ് പാറ്റീസ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ കയറ്റി വയ്ക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി റെസിപ്പീസ് ഒരുമിച്ചുണ്ടാക്കാം. പിന്നെ നമ്മുടെ ചാനലിൽ വേറെ റെസിപ്പീസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 പാറ്റീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഷേപ്പ് ചെയ്ത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിച്ചോളൂ കേട്ടോ. ഇനി കട്ട്ലെറ്റ് ഇടുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം തന്നെ ഇതിനെ നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ കട്ട്ലെറ്റ് ഇടാൻ സമയമാകുമ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം. എന്താണെന്നറിയോ, നമ്മൾ കട്ട്ലേറ്റൊക്കെ ഇടുമ്പോൾ നമ്മളുടെ ഈ എണ്ണയുടെ ചൂട് കുറയും. അപ്പോൾ പിന്നെ കട്ട്ലേറ്റ് അങ്ങോട്ട് ക്രിസ്പായി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ ഇതിനെ ഹൈ ഫ്ലെയിമിൽ നല്ലോണം ചൂടാക്കി വെക്കണം. അപ്പോൾ നമ്മളുടെ എണ്ണ റെഡിയാവും നമ്മളെ കട്ട്ലേറ്റിനൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. കട്ട്ലേറ്റ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിമിനൊന്ന് മീഡിയം ആക്കി വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഇനി ഇതിൽ വെവാനൊന്നുമില്ല. നമ്മളുടെ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ വെന്തിട്ടുള്ളത്. ഇനി ആകെ മുട്ടയും ആ ബ്രെഡ് ക്രംസ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഇനി നമ്മൾ കട്ട്ലേറ്റിന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിടാം കേട്ടോ. നല്ല സ്നേഹത്തോടെ മറിച്ചിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഈ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ മുട്ടയും കോൺഫ്ലോറൊക്കെ ചേർത്തത്. ഈ കട്ട്ലേറ്റൊക്കെ ഭയങ്കര ഡെലിക്കേറ്റാട്ടോ, അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം. അപ്പോൾ നമ്മളെ കട്ട്ലേറ്റൊക്കെ നല്ല ബ്രൗൺ കളർ ആൻഡ് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ഇതിൻ്റെ മോൾ ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. ഇതിങ്ങനെ മുറിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ ഫ്ലേവറും ആ സ്മെല്ലും ഇങ്ങനെ പുറത്തേക്ക് വരും. ഇങ്ങനെ നല്ല സ്മെല്ലാണ്. പിന്നെ എരിവ് പറ്റാത്തവർക്ക് സോസിൽ മുക്കി കഴിക്കാം കേട്ടോ. പക്ഷേ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സ്പൈസിയും ക്രിസ്പിയായ കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാം കേട്ടോ. എല്ലാ വീഡിയോസിലും ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട്. അപ്പോൾ അത് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.